പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മുനമ്പം പ്രശ്നം കേരളത്തിൽ അത്രമാത്രം ശ്രദ്ധയാകർഷിച്ച് വന്നത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുനമ്പത്ത് കുറേ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന കാരണത്താൽ കുറേ കാലമായി സമരത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന മാനേജ്മെന്റിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചവരും അല്ലെങ്കിൽ പാരമ്പര്യേന എന്ത് ചെയ്തിട്ടുള്ളതാണ് ഈ അവകാശം സിദ്ധിച്ചവരും ഒക്കെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ നിയമമുണ്ട്, സർക്കാരുകളുണ്ട്. ഏത് സർക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന തീരുമാനമെടുക്കേണ്ടത്? കേരളത്തിലെ എനിക്ക് തോന്നുന്നു മുനമ്പം ഭൂമി അത് വഖഫ് ഭൂമിയാണെന്നും അല്ലെന്നും ഒക്കെ തന്നെയുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ഒക്കെ നിലവിലുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അതിനെ തീരുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ഒന്നുകിൽ രാജ്യത്തെ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ കോടതികളോ ആണ്. അതിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഒരൊറ്റ മുസ്ലിം സംഘടനയും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര മുസ്ലിം സംഘടനകളാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രതയില്ലാത്ത മുസ്ലിം സംഘടനകളാവട്ടെ മതേതര ചേരിയിലുള്ള മുസ്ലിം സംഘടനകളാവട്ടെ ഒരാളും ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന കിടപ്പാടം നഷ്ടപ്പെടുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നവരെ കേരളത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞ എന്താണ്, അവർക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ അവരുടെ ഭൂമി നഷ്ടമാകാതെ സർക്കാർ ഈ വിഷയം പരിഹരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തിട്ടില്ല. ഇവിടുത്തെ BJPക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനും കാസയ്ക്കും ഒക്കെ തന്നെ മുതലെടുക്കാൻ വേണ്ടി ഒരു വിട്ടുകൊടുത്ത ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വേദി ഒരുക്കി തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവർ വല്ലാതെ എന്ത് ചെയ്തു, BJP നേതാക്കന്മാർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K. സുരേന്ദ്രൻ മുതൽ ഷോൺ ജോർജ് വരെയുള്ള ആളുകൾ അരമനകൾ കയറി ഇറങ്ങിക്കൊണ്ട് മുനമ്പത്ത് എന്തോ അത്ഭുതം സിദ്ധിക്കാൻ പോകുന്നു, ഇനിയിപ്പോൾ എന്താണ് മുനമ്പ ഭൂമി താണ്ടെ ഇവിടുത്തെ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നു, ഇവിടെ വഖഫ് ബില്ല് വന്നാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എന്താണ് ഇവിടുത്തെ മതേതര രീതിയിലുള്ള പാർട്ടികളൊക്കെ തന്നെ പറഞ്ഞാണ് ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മതേതര വിരുദ്ധമായിട്ടുള്ള വഖഫ് ബില്ലിന് എന്തില്ല, മുൻകാല പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു ബില്ലിന്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. വർഷങ്ങളായിട്ട് കോടതി വ്യവഹാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ വ്യവഹാരത്തിലിരിക്കുന്ന മുനമ്പം പോലെയുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും എന്തില്ല, ഈ വഖഫ് ബില്ലുകൊണ്ട് കഴിയില്ല.